പിശാശ് എവിടെന്നാ വന്ന? ദൈവത്തിന്ന്. ശരി, ഈ ലോകത്ത് തിന്മയുണ്ടോ? ഉണ്ട്. എല്ലായിടത്തും തിന്മയുണ്ട്. ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? അതെ. അപ്പോ തിന്മയെ സൃഷ്ടിച്ചതാരാ? ഈ ലോകത്ത് അസുഖങ്ങൾ, വിദ്വേഷം, അസൂയ ഇതെല്ലാം ഉണ്ട്, ഇല്ലേ? അതിനെയൊക്കെ ആരാ സൃഷ്ടിച്ചേ? ശാസ്ത്രം പറയുന്നു നിങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടെന്ന്. അതുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത്. എന്നാ പറ, താൻ എപ്പോഴെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ദൈവത്തെ കേട്ടിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും തൊട്ടിട്ടുണ്ടോ? മണത്തിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. എന്നിട്ടും നീ വിശ്വസിക്കുന്നു? അതെ. Then, according to the empirical, stable, demonstrable protocol, ശാസ്ത്രം പറയുന്നു നിന്റെ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന്. ആരെന്നാ പറഞ്ഞാൽ എനിക്ക് എന്റെ വിശ്വാസം മാത്രമായി സാർ. വിശ്വാസം ശാസ്ത്രം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സാർ, യെസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ചൂടെന്ന് പറയുന്ന അവസ്ഥ ശരിക്കും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. അപ്പോ തണുപ്പുണ്ടോ? ഉണ്ട്. എന്നാ ഞാൻ പറയുന്നു ഇല്ലെന്ന്. നമുക്ക് ഒരുപാട് ചൂടുണ്ടാക്കാം. സൂപ്പർ ഹീറ്റ്, മെഗാ ഹീറ്റ്, വൈറ്റ് ഹീറ്റ്, ഇല്ലേ ചെറിയ ചൂട്, അല്ലെ ചൂടില്ലായ്മ. താപനിലയ്ക്ക് 458 ഡിഗ്രി താഴെ വരെ നമുക്ക് പോകാം. പക്ഷേ അതിന് തണുപ്പെന്നല്ല പറയുന്നത്. തണുപ്പെന്ന വാക്ക് ചൂടില്ലായ്മയെ കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. തണുപ്പ് ചൂടിനെതിരല്ല, അത് ചൂടില്ലായ്മയാണ്. ശരി, അന്ധകാരം എന്നൊരവസ്ഥയുണ്ടോ? ഉണ്ട്. സാറിന് വീണ്ടും തെറ്റുപറ്റിയിരിക്കുന്നു. അന്ധകാരം എന്തിന്റെ ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. പ്രകാശം പലതരത്തിലുണ്ട്. ചെറിയ പ്രകാശം, മങ്ങിയ പ്രകാശം, സാധാരണ പ്രകാശം, കടുത്ത പ്രകാശം, മിന്നി പറയുന്ന പ്രകാശം, അങ്ങനെ പല തരത്തിൽ. പക്ഷെ സ്ഥിരമായ പ്രകാശമില്ലെങ്കിൽ അതൊന്നുമില്ലായ്മയാണ്. അതിനെയാണ് അന്ധകാരം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ധകാരം എന്നൊന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ പ്രകാശത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന പോലെ അന്ധകാരത്തെ കൂടുതൽ ഇരുട്ടിപ്പിക്കാമായിരുന്നു. പക്ഷേ അത് സാധ്യമല്ല. സോ വാട്ട് ഈസ് യുവർ പോയിന്റ്? നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു ചെറിയ കാര്യമുണ്ട് സാറേ. സാർ ഇത്രയും നേരം പറഞ്ഞത് മൊത്തം മണ്ടത്തരം. സൈലൻസ്. ശരിയാ, മണ്ടത്തരവാ. തെളിയിക്കാവോ? ദൈവത്തെ അളക്കാൻ കഴിയുന്ന എന്തോ ഒന്നായിട്ടാണ് സാറ് കാണുന്നത്. പക്ഷെ അത് അനന്തമാണ്. നമ്മളെ കൊണ്ടൊന്നും അളക്കാൻ സാധിക്കില്ല. ശാസ്ത്രത്തിന് ഒരു ചിന്തയും വിശദീകരിക്കാനും ആവില്ല. സാറ് തന്നെ പറ, സാറ് വിശ്വസിക്കുന്നില്ലേ മനുഷ്യൻ കുരങ്ങിൽ നിന്നോ ഉണ്ടായെന്ന്? ഇവല്യൂഷൻ പ്രോസസ്. സാറിന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഈ എവല്യൂഷൻ പ്രോസസ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ എവല്യൂഷൻ പ്രോസസ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ പിന്നെ സാറ് പഠിപ്പിക്കുന്നത് സാറിന്റെ വെറും തോന്നലുകളല്ലേ, തെളിയിക്കപ്പെടാത്ത കള്ളത്തരങ്ങളല്ലേ? ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഈ സാറിന്റെ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും സാറിന്റെ ചിന്തകളെ കേട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടോ? ആരുമില്ല. അതുകൊണ്ട് അക്കോർഡിംഗ് ടു ദി എംപിറിക്കൽ സ്റ്റേബിൾ ഡെമോൺസ്ട്രബിൾ പ്രോട്ടോകോൾ, സാറിന്റെ ശാസ്ത്രം പറയുന്നു സാറിന് ബുദ്ധിയില്ല, വിവേകവും ഇല്ല. പിന്നെ എന്തിനാ സാറേ സാറോട് പഠിപ്പിക്കുന്നത്?
ഇതൊക്കെ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് കാണണ്ടേ? അതാണ് സാറേ വിശ്വാസം. അത്രയുമേ ഞാനും പറഞ്ഞു. സാറിന് തലച്ചോറുണ്ട് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവവും ദൈവവിശ്വാസവും. ദൈവത്തെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഏക ഘടകം വിശ്വാസം, ഫെയ്ത്ത്. ഞാനും ഇവരും ഞങ്ങളുടെ മാതാപിതാക്കളും എല്ലാം ജീവിക്കുന്നതിനുള്ള ഏക കാരണം മുകളിൽ ആരോ ഉണ്ടെന്നും എപ്പോഴും കൂടെ കാണുമെന്നുള്ള ഉറപ്പ്. സ്നേഹം അങ്ങോട്ട് മാത്രം നൽകാൻ പറഞ്ഞവൻ സാറിന് ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് തന്ന ഈശ്വരൻ. അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ഇല്ലാതാക്കല്ലേ സാർ.